1969 ജൂലൈ 20 ചന്ദ്രോപരിതലത്തിൽ ആദ്യമായി കാലുകുത്തി നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൽഡ്രിനും ഭൂമിയിലേക്ക് മടങ്ങുമ്പോൾ ചന്ദ്രോപരിതലത്തെ നോക്കിക്കൊണ്ട് എഡ്വിൻ ആൽഡ്രിൻ 8-ാം സങ്കീർത്തനം 3ഉം 4ഉം തിരുവചനങ്ങൾ ഉരുവിടുന്നുണ്ട്. അങ്ങയുടെ വിരലുകൾ വാർത്തെടുത്ത വാനിടത്തെയും അങ്ങ് സ്ഥാപിച്ച ചന്ദ്രതാരങ്ങളെയും ഞാൻ കാണുന്നു. അങ്ങയുടെ ചിന്തയിൽ വരാൻ മാത്രം മർത്യന് എന്തു മേന്മയുണ്ട്. ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട നാം ഓരോരുത്തരെയുമാണ് സൃഷ്ടിയുടെ മകുടമായി കണക്കാക്കുക. സമയത്തിൻ്റെ തികവിൽ വചനമായ ദൈവം മാംസം ധരിച്ച് നമ്മിലൊരുവനായത് മനുഷ്യജീവിതത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മെ ഓരോരുത്തരെയും നയിക്കുവാനും മനുഷ്യജീവിതത്തിൻ്റെ ശ്രേഷ്ഠതയെ വെളിപ്പെടുത്താനുമാണ്. സങ്കടങ്ങളുടെയും പ്രശ്നങ്ങളുടെയും നടുക്കടലിൽ ഏതു വിധേനയും തങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കണമെന്ന് ചിന്തിക്കുന്ന സഹോദരങ്ങളാരും മനുഷ്യജീവിതത്തിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് ചിന്തിക്കാറില്ല. ദൈവത്തിൻ്റെ കരവേലയായ ഈ ഭൂവിലേക്ക് നമ്മളൊക്കെ കടന്നു വന്നത് എന്നേക്കുമായി ഇവിടെ ആയിരിക്കാനല്ല, മറിച്ച് ദൈവത്തിൽ നിന്ന് തുടങ്ങി ദൈവത്തിലേക്കുള്ള ഒരു തീർത്ഥയാത്രയാണ് നമ്മുടെ ഈ ഭൂലോക ജീവിതം. ഈ ഒരു ബോധ്യത്തോടുകൂടി നമുക്ക് നമ്മുടെ വിശ്വാസയാത്ര തുടരാനാവട്ടെ. സങ്കീർത്തനം പോലെ പ്രത്യാശഭരിതമാവട്ടെ നമ്മുടെയൊക്കെ ജീവിതങ്ങൾ. ആമേൻ.